നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലൂടെയും മറ്റും ഒരുപാട് ഓടിക്കണ്ട ഒരു മെസ്സേജാണ്. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി, ആയിരങ്ങൾക്ക് ആശ്വാസം. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായിക്കൊണ്ടാണ് കേരള ഗവൺമെൻറ് ഈ ബില്ല് പാസാക്കിയിരിക്കുന്നത്. ജപ്തി നടപടിയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് പേർക്ക് ആശ്വാസമാകും എന്നൊക്കെ നമ്മൾ കണ്ടു. എല്ലാത്തരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുവാനും കേരള ഗവൺമെൻറ്റിന് പുതിയ ഈ ബില്ല് പ്രകാരം അവകാശം കിട്ടുമെന്നും കൂടി നമ്മൾ അതിനകത്ത് വായിച്ചു. 25,000 രൂപ വരെ തഹസീൽദാർക്കും, 1 ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർക്കും, 5 ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രിക്കും, 10 ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും, 20 ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രിക്കും ഇതിനകത്ത് സ്റ്റേ കൊടുക്കുവാനും അതുപോലെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ഒക്കെ ഉള്ള പവറുണ്ടെന്നും നമ്മൾ അതിനകത്ത് വായിച്ചു. എല്ലാവരും ഈ വാർത്ത കൊണ്ടാടി. നമ്മുടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇതെല്ലാം ഒരുപാട് കറങ്ങി നടന്നു. ഈ ബാങ്കിൽ നിന്ന് ലോൺ മേടിച്ച് ജപ്തി ഭീഷണി നിൽക്കുന്നവരൊക്കെ വളരെ സന്തോഷിച്ചു. കാരണം ഇനിയെല്ലാം കൂടെ പ്രശ്നങ്ങൾ തീരുമല്ലോ. പക്ഷേ ഇതിലെ എന്താണ് യാഥാർത്ഥ്യം? ബാങ്കിൽ നിന്നും മറ്റും ലോൺ എടുത്തവരൊക്കെ വളരെ സന്തോഷിച്ച് നിൽക്കുമായിരിക്കും. കാരണം 20 ലക്ഷം രൂപ വരെ ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ അതിൽ മൊറട്ടോറിയം കിട്ടും, അതിന് സ്റ്റേ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുക. പക്ഷേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇവിടെ സർഫാസി എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരിക്കുന്ന സർഫാസി ആക്ട്. നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളെല്ലാം ഉപയോഗിക്കുന്നത് ഈ സർഫാസി ആക്റ്റാണ്. ഈ സർഫാസി ആക്ട് പ്രകാരം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ബാങ്കുമായിട്ടോ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടോ ബാധ്യതയുണ്ടെങ്കിൽ ഒരു 60 ദിവസത്തെ നോട്ടീസ് തരും ഈ പൈസ പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ. ഈ 60 ദിവസത്തെ നോട്ടീസിന് ശേഷം നിങ്ങളെ കൊണ്ടത് അടയ്ക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വസ്തു ബാങ്കിൻ്റെയായി മാറിക്കഴിഞ്ഞു. അവർക്ക് കൂടി വന്നാൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലോ ഒരു അപേക്ഷ കൊടുത്ത് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ കൊണ്ടുവന്ന് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിട്ട് അത് സീൽ ചെയ്ത് ബാങ്കിൻ്റെതായി മാറ്റുവാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ നിയമം. ഈ സെൻട്രൽ ആക്ട് നിലവിൽ നിൽക്കുമ്പോൾ ബാങ്കുകളുടെ ബാധ്യതകൾക്ക് ഈ കേരള സർക്കാരിൻ്റെ അമെൻഡ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ളതാണ് സത്യം. കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരമുള്ള ചെറിയ ചെറിയ റവന്യൂ റിക്കവറികൾ, അതുപോലത്തെ റവന്യൂ റിക്കവറികൾ മാത്രമാണ് നമ്മൾ ഈ കണ്ട ഈ ഭേദഗതി മൂലം സ്റ്റേ ചെയ്യുവാനോ മൊറട്ടോറിയം പ്രഖ്യാപിക്കുവാനോ ഒക്കെ പറ്റുന്നത്. നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളെല്ലാം സർഫാസി ആക്ട് പ്രകാരം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം സർഫാസി ആക്ട് പ്രകാരമുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പം അതിനെ തടയിടാൻ പറ്റുന്ന ഒരു നിയമം കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇത്രയും ജനവിരുദ്ധമായ അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിന് ഏറ്റവും എതിരായ ഈ സർഫാസി ആക്ടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ഈ സർഫാസി ആക്ടാണ് ഇവിടെ ഇല്ലാതാകേണ്ടത്. ആ ആക്ട് നിലനിൽക്കുന്നത്രോളം കാലം ഒരു നിയമവും കൊണ്ടുവന്ന് അതിനെ തടയിടുവാൻ കേരള സർക്കാരിന് പറ്റില്ല. വാട്സാപ്പിലൂടെ ഈ മെസ്സേജ് വായിച്ചിട്ട് ബാങ്കിലെ ലോൺ അടയ്ക്കുവാൻ നിങ്ങൾ ബാങ്കിലെ ലോൺ അടയ്ക്കണ്ട എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ ധാരണയാണ്. നിങ്ങൾക്കെതിരെ സർഫാസി ആക്ട് പ്രകാരമുള്ള നിയമ നടപടികളെ വരത്തുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് നിങ്ങളുടെ ബാധ്യതയെങ്കിൽ നിങ്ങൾ പേടിക്കണം. ഏത് നിമിഷവും സർഫാസി ആക്ട് പ്രകാരമുള്ള നടപടികൾ നിങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന ഇതുപോലത്തെ നിയമങ്ങളുടെ സാധുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറുക. നമ്മൾ കടം മേടിച്ചാൽ അത് അതിനകത്തുള്ള ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക.